ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മനോഹരമായ 8 വർഷം കടന്നുപോയി അറിഞ്ഞില്ല. ഉപ്പുമുളക് അവസാനിച്ചു. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും സ്നേഹമൊക്കെ ഇനി ഉണ്ടാവണം. കാരണം മറ്റൊരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ഉടൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒട്ടേറെ കലാകാരന്മാരും ഞങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പോൾ ഇതുവരെ 8 വർഷം നമുക്ക് ഇങ്ങനൊരു അവസരം തന്ന ഫ്ലവേഴ്സ് ചാനലിനോടും സേണ സാറിനോടും ഒക്കെ എല്ലാവരോടും വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ തന്ന സപ്പോർട്ട്, സ്നേഹം ഒക്കെ ഇനി ഉണ്ടാവണം. ഞങ്ങൾ പുതിയ ഒരു പ്രോഗ്രാമായിട്ട് ഉടൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. നമസ്കാരം. അപ്പോൾ 2-3 എപ്പിസോഡായിട്ട് ബിജു സോപാനൊക്കെ ഉപ്പുമുളകിലെ ബാലു എന്നറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡ് ഇപ്പോൾ 3 എപ്പിസോഡൊക്കെ ആയി വന്നിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്താണ് വരാത്തത്? കാരണം ഉപ്പുമുളകിലെ ഡയറക്ടർ ആണല്ലോ. അപ്പോൾ എന്നോട് ചോദിക്കുക. ഓക്കെ, കമൻറ്റൊക്കെ ഒരുപാട് കണ്ടു. എനിക്ക് കുറച്ച് നോട്ട് ചെയ്താണ്. സോ അതിൻ്റെ ബിസിയിലായിരുന്നു. എനിവേ, ഉപ്പുമുളകിലോട്ട് ബിജു സോപാൻ എവിടെയും പോയിട്ടില്ല. പുതിയൊരു സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലത്തോട്ട് മാറി നിൽക്കണം. അവിടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിരുന്നു. ഉപ്പുമുളകിലെ നിഷാ സാരംഗും ബിജു സോപാനും കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഇറങ്ങുന്നത്. ഉപ്പുമുളകിലെ കാസ്റ്റിൽ കുറച്ച് പേര് വന്നൊരു മൂവി അത് ഇറങ്ങിക്കഴിഞ്ഞു, റിലീസായിരുന്നു. മൂവിൻ്റെ പേര് എനിക്ക് ഓർമ്മയിട്ടില്ല. കറക്റ്റാണ് ചെയ്ത് കൊടുക്കുക കിട്ടുകയാണെങ്കിൽ. സോ എന്തായാലും ആ ഒരു മൂവിക്ക് ശേഷം ഉപ്പുമുളകിലെ ബിജു സോപാനത്തിൻ്റെ നെക്സ്റ്റ് മൂവി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഒരു തമിഴ് മൂവിയാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ അപ്ഡേറ്റൊന്നും ലീക്കായിട്ടില്ല. ഒരു തമിഴ് മൂവിയാണ്. തമിഴ് മൂവിൻ്റെ ഡബ്ബിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അവർ മാറി നിൽക്കുകയാണെന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും ഒരു 4-5 എപ്പിസോഡിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതേപോലത്തെ അപ്ഡേറ്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെല്ലാവർക്കും ബൈ.